എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു പൂവല്ല, മന്ദാര പൂവല്ലേ ഉണ്ടാക്കുന്നത്, ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ. ഈ പൂവാക്കാൻ വേണ്ടുന്ന സാധനം കടലാസ് വന്നിട്ട് ഈ കടലാസ് എടുക്കുക, അല്ലെങ്കിൽ ഇതായാലും മതി, ഏതായാലും മതി. നമുക്ക് ഇതാണ് നല്ല കളറ് കിട്ടല്. ഇങ്ങനെ കൊണ്ടല്ലേ മറ്റേത് അതിനെ കൊണ്ടാക്കിയ കളർ ഇതാണ്. നല്ല കളർ ഇതല്ലേ നമുക്ക്, അതുകൊണ്ട് ഇതിനെ ഉണ്ടാക്കാം നമുക്ക്. പിന്നെ നമുക്ക് കത്രിക, പശ, പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെയാക്കാൻ ഒരു പച്ച കളറ്, ചെറിയ പച്ച വേണ്ടു. നമുക്കിൻ്റെ നടുക്കൊരിത് വേണത്. നമുക്ക് ഈ പേപ്പറും ഉണ്ടാവില്ല, മറ്റേ ഇതിനെ കൊണ്ടേ ആവുന്നത്. നമുക്ക് എന്നാലും ഇത് ആക്കാം. എന്നാലും 5 ഇതള വേണ്ടതിന് 5 ഇതള വേണ്ട. നമുക്ക് മുറിച്ചെടുക്കാലത്. നമുക്ക് ഇത് മുറിക്കുന്നത്, നമുക്ക് ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡിനെ മുറിച്ചാലും മതി. കാർഡ്ബോർഡ് വെച്ചിട്ട് ഇതുപോലെ ഒരു അച്ച് പോലെ ആക്കിയിട്ട് ഈ പൂവുണ്ടല്ല, ഈ പൂ നമ്മൾ ഇത് അടത്തിയെടുത്ത് ഒരു പേപ്പറിൽ വെച്ച് പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ചിട്ട് അങ്ങനെ മുറിക്കുകയും ചെയ്യാം. ഏത് പൂ നമുക്ക് ഉണ്ടാക്കണമെങ്കിലും ഇങ്ങനെ ആ പൂവിൻ്റെ ഇതൾ നമ്മൾ പറിച്ചിട്ട് ഇങ്ങനെ പറിച്ച് കടലാസിൽ വെച്ച് വരച്ച് മുറിച്ചെടുത്താൽ നമുക്ക് ക്ലിയറായിട്ട് കിട്ടും. എല്ലാ പൂവും ഉണ്ടാക്കാം അങ്ങനെ. നമ്മൾ ശരിക്കും നോക്കിയാൽ പൂ പറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അത് ശരിക്കും നോക്കിയാൽ അതിൻ്റെ ഇത് കിട്ടും നമുക്ക്. ഇങ്ങനെ കടലാസ് എല്ലാ പൂവിൻ്റെ ഇതളും വെച്ച് ഇങ്ങനെ കടലാസിൽ വെച്ച് ഒന്ന് വരച്ചിട്ട് അതേപോലെ നമുക്കിത് മുറിച്ചെടുക്കാം. അതുപോലെ ഒരു കാർഡ്ബോർഡിനെ ആദ്യം വയ്ക്കാൻ അത് അളവിന് വെച്ചാൽ എല്ലാം മുറിച്ചങ്ങനെ എടുക്കാം നമുക്ക്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ മുറിച്ചെടുക്കാം. അഞ്ചെണ്ണം നമുക്ക് വേണം. ഇപ്പൊക്കെ ഇത് നമുക്ക് 5 ഇതളായി. നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇത് പശയെടുത്ത് നമുക്ക് ഇത്രയാക്കണ്ടു. ഇങ്ങോളാക്കണ്ട, നമുക്ക് കുറച്ച് സ്ഥലം നമുക്ക് മറ്റെല്ലാ ഇതുപോലെയല്ല ഒട്ടിക്കല്. അതുപോലെ നമുക്ക് ഇങ്ങോളം ഇറക്കണ്ട, ഇവിടുന്ന് ഇങ്ങോട്ട്. ഇതാ 5 ഞാൻ ഒട്ടിച്ചതാ. ഇനി നമ്മളിത് ഇങ്ങനെ ആക്കണ്ടേ, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പിടിച്ച് ഇവിടെ ഇതുപോലെ ആക്കി ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ഇതാക്കി കാണിച്ചു. നമുക്ക് പൂവിൻ്റെ ഇതാക്കാൻ വേണ്ടിയിട്ട്, പൂമ്പൊടി പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് രക്ഷണം മുറിച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കയറി കൊടുക്കണതാണ്. ഇതിനൊരു 11 എണ്ണം ഉണ്ടാവില്ല. ഇത് പൂ കണ്ടിട്ടൊന്ന് എണ്ണി നോക്കിയാൽ അറിയും. 11 എണ്ണം ഉണ്ടാവും. അത് ഒരു വലുതും ബാക്കിയെല്ലാം ചെറുതായിട്ടാണ് ഉണ്ടാവല്. നമുക്കിപ്പോൾ അതേപോലെ നമുക്ക് ആക്കാനൊന്നും പറ്റില്ല. പറ്റുന്നതൊക്കെ ആക്കി ചെയ്യാം. അത് നടുക്ക് ആ വലിയൊരു ഇളം പച്ച കളർ ഉണ്ടാവും. നമുക്കൊന്ന് ഇങ്ങനെ കൈവച്ച് ഒന്നിങ്ങനെ ആക്കുക. ഇത് ഒന്ന് നീളമുള്ളത് വേണമേ, ബാക്കിയെല്ലാം കുറച്ച് നീളം കുറക്കാം. നമുക്ക് കൂട്ടിപ്പിടിച്ചിട്ടൊന്ന് വിഷം നീളം കുറച്ചാണ്. ഒന്നതിൻ്റെ നടുക്ക് നീളം വലുതായിട്ട് ഇങ്ങനെ വളഞ്ഞു നിൽക്കും. അത് വെച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ അറ്റത്തൊരു പൂമ്പൊടി ഉണ്ടാവും. നമുക്കിങ്ങനെ
വെള്ളം കൂട്ടി പിടിച്ചിട്ടേ ഇവിടെ ലേശം ഫെവിക്കോൾ പശ അരച്ചിട്ട് മഞ്ഞപ്പൊടി എടുത്ത് ഇങ്ങനെ മുക്കിയാൽ മതിയേ. അപ്പോൾ ഇവിടെ മഞ്ഞായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ആക്കി കാണിക്കുന്നില്ല, പറഞ്ഞു തന്നാൽ പോരെ. അത് ഇങ്ങനെ കൂട്ടി പിടിക്കുക. എന്നിട്ട് നമുക്ക് മൊത്തം മഞ്ഞപ്പൊടി എടുത്ത് ഇങ്ങനെ മുക്കുക. പിന്നെ ഇനി കുറച്ചൊരു നീളമില്ലേന് ഒരു ചെറിയ പച്ച പെയിൻറ്റ് പച്ച ഉണ്ടെങ്കിൽ ചെറുതായി തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. എത്രയേ വേണ്ടു. ഇത് നമുക്ക് പശ തൊട്ടിട്ട് ഇത് ഞാൻ പശ അരച്ചിട്ടുണ്ടേ. ഇത് ഒന്ന് മുറിക്കൊന്നിങ്ങനെ കണ്ടില്ലേ? ഇതിങ്ങനെ വന്നില്ലേ? ഇതിങ്ങനെ വളർന്ന് നിൽക്കുമെന്ന് നമുക്ക് ഇനി ചെറിയൊരു ഹോളുണ്ടല്ലോ, അതാ ചെറിയൊരു ഹോളാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇതിൽ ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് ഇതുപോലെ മടക്കുക. അതെ ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കാം, ഇങ്ങനെ മടക്കാം. ഇതുപോലെ ആക്കിയിട്ട് ഇത്ര ഇത് വേണ്ടിയല്ല, അത്രയായി. ശരിക്കും പൂവിന് അത്രയൊന്നും ഉണ്ടാവില്ല. ഒരു ഭാഗത്തേ കൂടെ എങ്ങനെയാണ് ഉണ്ടാവില്ല. നമ്മൾ ഇതാക്കുമ്പോൾ ഇങ്ങനെ ആക്കിയതേ. പൂ എടുത്ത് നോക്കിയാലറിയും ശരിക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാൻ ഇത്ര ആക്കിയാണ്. ഇനി ഇത് പറഞ്ഞില്ലേ, ഇത് പശയാക്കി കുറച്ച് മഞ്ഞപ്പൊടിയിൽ ഇങ്ങനെ മുക്കിയാൽ മതി. ഇപ്പം കളറിടെ വരും. എത്രയും ഞാൻ ആക്കുന്നുണ്ടേ. എന്താ ഉണ്ടല്ലേ? ഇഷ്ടമായാലായിരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ.